നമസ്കാരം. 24 ഹെഡ്ലൈൻസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നോക്കാം ഇന്ന് ഇതുവരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ലോക്സഭയിലെ ഭരണഘടനാ ചർച്ചയിൽ RSSനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടനയിൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നുമില്ലെന്ന് സവർക്കർ പറഞ്ഞതിനെ BJP നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദ്യം. Mr. Savarkar has clearly stated in his writings that there is nothing Indian about our constitution. He has clearly stated that the book India is run by should be superseded by this book. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനയെ അട്ടിമറിച്ചവരാണ് കോൺഗ്രസ് എന്ന് BJP. ലോക്സഭയിൽ ഭരണഘടനാ ചർച്ച തുടരുന്നു. പ്രധാനമന്ത്രിയുടെ മറുപടി ഉടൻ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച പാർലമെന്റിൽ. ദില്ലി ചലോ മാർച്ചിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി കർഷകർ. മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തടഞ്ഞ പോലീസ്. കർഷകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതക പ്രയോഗവും. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കർഷകർക്ക് പിന്തുണയുമായി ബജ്രംഗ് പൂനിയ ശംഭുവിൽ. മുണ്ടക്കൈ ചുരൽമല രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം. പണം നൽകാൻ കഴിയില്ലെന്നറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാൻ തീരുമാനം. കേന്ദ്ര നടപടിയെ രൂക്ഷമായി വിമർശിച്ചു മന്ത്രിമാർ. ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ കമ്മിറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് കേരളത്തെ സഹായിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് കോടതി കൃത്യതയോടുകൂടി വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. കത്ത് സ്വാഭാവികമായിട്ടും വന്ന സാഹചര്യത്തിൽ അത് കൊടുക്കേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ചർച്ച ചെയ്യും. ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കും. സഹായധനം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. കേന്ദ്ര നടപടി പ്രതികാരബുദ്ധിയെന്ന് മന്ത്രി MB രാജേഷ്. കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം പറയാതിരിക്കുകയും സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പ്രതിപക്ഷവും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാവണം. പ്രതിപക്ഷം അവരുടെ നിലപാട് പറയണ്ടേ? കേരളത്തിലെ സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്താനാണോ ശ്രമിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ കൂടെ? കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണ്ടേ? കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള MPമാരില്ലേ, ആ MPമാർ ഈ അന്യായത്തെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്തൊരു ക്രൂരതയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസും. ഈ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ജനങ്ങളോട് കാണിക്കുന്നൊരു വഞ്ചനയാണ്. കേരളത്തിലെ ജനങ്ങളെയാണ് അവഗണിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം നെഗറ്റിവിറ്റി കാണിക്കാൻ എന്താ കാരണം? ഇപ്പോൾ രാഷ്ട്രീയമല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ അതൊന്നും ഒരു ഫെഡറലിസത്തിന് ശരിയല്ല. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ നെഗറ്റീവ് സമീപനം എടുക്കുന്നത് നമുക്കതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിൽ രാഷ്ട്രീയമാണോ കാണേണ്ടത്? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? പ്രളയം മുതൽ മുണ്ടക്കൈ ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് കേന്ദ്രം ആവശ്യപ്പെട്ടത് 132.6 കോടി. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പാർലമെന്റിന് മുന്നിൽ കേരള MPമാരുടെ പ്രതിഷേധം. വയനാടിന് പ്രത്യേക സഹായം അനുവദിക്കണമെന്ന ബാനർ ഉയർത്തി പ്രതിഷേധം. രാഷ്ട്രീയത്തിന്റെ പേരിൽ ദുരന്തബാധിതരോട് വേർതിരിവ് കാണിക്കരുതെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. That is a time when they are supposed to set politics aside and give the assistance required. We are actually deeply disappointed because we expected that at least highlighting this issue, going to them, explaining the kind of pain and suffering which frankly they themselves have seen. Prime Minister himself has seen. He has met those victims.
So we thought that at least out of humanity and compassion, what is due to the victims of Wayanad, of the tragedy that happened there, should be given to them. And frankly, we are still hoping that the government will have some compassion, some humanity, and will do what needs to be done. Because this is a matter which is above politics. സംസ്ഥാനത്ത് നിരത്തുകൾ കുരുതിക്കളമാകാതിരിക്കാനുള്ള റിപ്പോർട്ടുകളിൽ നടപടിയില്ല. നാറ്റ്പാക് IIT റിപ്പോർട്ടുകൾക്ക് അവഗണന. വാഹനാപകടങ്ങൾ തുടർക്കഥയായ പാലക്കാട് പനയമ്പാടത്തെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് അവഗണിച്ച് ദേശീയപാത അതോറിറ്റി. പനയമ്പാടത്ത് വാഹനമോടിച്ച് പരിശോധന നടത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പാതയുടെ നവീകരണത്തിന് ഹൈവേ അതോറിറ്റി പണം നൽകിയില്ലെങ്കിൽ സർക്കാർ മുടക്കുമെന്ന് മന്ത്രി. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. പനയമ്പാടത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് ആരംഭിച്ചു. സംഘത്തിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWD ഉദ്യോഗസ്ഥർ. ലക്ഷ്യം റോഡിലെ അപാകതകൾ കണ്ടെത്തുക. വ്യായാമ കൂട്ടായ്മ MEC7-ൽ ദുരൂഹത ആരോപിച്ച് CPIM-ഉം സമസ്ത AP വിഭാഗവും. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമെന്ന് CPIM. കൂട്ടായ്മയെ മതരാഷ്ട്രവാദികൾ കൈയടക്കിയെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. ഈ മൾട്ടിപ്പിൾ എക്സൈസ് കോമ്പിനേഷൻ എന്ന MEC7 അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സതുദ്ദേശപരമായി ആരംഭിച്ച ഒരു സംരംഭമാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വ്യായാമ കൂട്ടായ്മയാണ്. സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു പൊതുജാഗ്രത മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം, നാട് പുലർത്തേണ്ടതുണ്ട്. അതാണ്, ആ മുന്നറിയിപ്പാണ് ഞങ്ങൾ പൊതുവെ സമൂഹത്തിൽ നൽകിയിട്ടുള്ളത്. സുന്നി വിശ്വാസികൾ പെട്ടുപോകരുതെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ആരോപണം തള്ളി MEC7 സ്ഥാപകൻ സ്വലാഹുദ്ദീൻ. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മയെന്ന് വിശദീകരണം. മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ 2010 ഞാൻ എൻ്റെ സർവീസ് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ പരമ്പരാഗത യോഗം എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് 2010 ആരംഭിക്കുന്നത്. അതിനുശേഷം 2012 ജൂലൈയിൽ ഒരു പുതിയ മൊഡ്യൂൾ, ഒരു പുതിയ സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പ്രായമുള്ള ആളുകൾക്കും ഈ ഒരു വ്യായാമ സിസ്റ്റത്തിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രായമുള്ള കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും എത്താൻ പറ്റുന്ന പുതിയ മൊഡ്യൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യായാമത്തിൻ്റെ ഗുണം ലഭിക്കുന്നുള്ള ചിന്തയിലാണ് 2012 ഞാൻ ഈ പുതിയ മൊഡ്യൂൾ MEC7 മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ 7 എന്ന സിസ്റ്റം ഉണ്ടാക്കുന്നത്. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇങ്ങനെ കൂട്ടം കൂടി വരുന്നതിൽ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാത്തത്. ഇതിൽ ഒരു SDPIൻ്റെ കടന്നുകയറ്റമില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റമില്ല. ഇതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വ്യത്യാസവും, ഒരു അഭിപ്രായ വ്യത്യാസവും ഇതിലില്ല. ഒരു മത ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് ഉള്ളത്. ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJP വരെ ഉണ്ട് ഇതിൽ. അതേപോലെ പിന്നെ മത അടിസ്ഥാനത്തിലാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളും, APൻ്റെ ആളുകൾ ധാരാളം ഇതിലുണ്ട്. അതേപോലെ സുന്നിൻ്റെ ഉണ്ട്, മുജാഹിദ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, എല്ലാവരും ഉൾപ്പെടുന്നതാണ്. പക്ഷേ CPM ഉണ്ട്. പ്രാഥമിക പരിശോധന തുടങ്ങി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ പൂരം കലക്കൽ കേസിൽ VS സുനിൽകുമാറിന്റെ മൊഴി. സംഘപരിവാർ നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യം. ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഞാൻ നേരത്തെ പല ഘട്ടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകണമെന്നും VS സുനിൽകുമാർ. സമസ്ത നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. മുഷാവറ യോഗത്തിന് ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പ് വാസ്തവ വിരുദ്ധമെന്നും പ്രസ്ഥാനത്തിന് ചേർന്ന നടപടിയല്ലെന്നും വിമർശനം.
ഉമർ ഫൈസി മുക്കത്തിന്റെ കള്ളൻ പരാമർശത്തെ തുടർന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ സമസ്ത മുശാവറ അംഗം ഉമർ ഫൈസിയുടെ നിലപാടിനെയും തള്ളി ഹക്കീം ഫൈസി ആതിർശ്ശേരി. സമസ്തയുമായി യോജിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. മുശാവറയിലെ 2 പേർ തന്നെ കാഫിറാക്കിയെന്നും CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആതിർശ്ശേരി. സാദിഖ് അലി തങ്ങളെ ഇപ്പോൾ നടന്ന തരത്തിൽ വിമർശിക്കുക എന്ന് പറയുന്നത് കേരളീയ സമൂഹം ഒരിക്കലും ഏറ്റെടുക്കില്ല. നമ്മളിന്ന് നേരെ കണ്ടതാണ്. സാദിഖ് അലി തങ്ങൾ ഒരു 1000-1500 മഹല്ലുകളുടെ കാലിയാണ്. അത് അദ്ദേഹമായിട്ട് ഉള്ള സ്ഥാനമല്ലല്ലോ. ഹൈദർ അലി തങ്ങൾ, അതിനു മുമ്പ് ഉമർ അലി തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇത് പാരമ്പര്യമായിട്ട് പോരുകയാണ്. അപ്പോൾ പാണക്കാട് കുടുംബം എന്ന ആ വലിയ പാരമ്പര്യത്തെ തകർക്കാനുള്ള ഒരു ശ്രമം കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. SSLC +1 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചോദ്യപേപ്പർ ചോർന്നത് യൂട്യൂബ് ചാനലുകളിലൂടെ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. ചോദ്യപേപ്പർ നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല. സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി. ഒരു രാത്രി നീണ്ട ജയിൽവാസത്തിനു ശേഷം സിനിമാ താരം അല്ലു അർജുൻ വീട്ടിലെത്തി. നിയമത്തെ ബഹുമാനിക്കുന്നുവെന്ന് ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരണം. Thank you. I'm safe. Nothing to worry. I'm doing well. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film, and there was an accident. That is totally unintentional. We went to watch a movie, and due to an unfortunate accident, there's been a loss of a person, and we're always very sorry for whatever's genuinely happened, and it's purely out of my personal control. പുഷ്പ 2 പ്രദർശനത്തിനിടെ തന്നെ കാണാനുള്ള തിരക്കിനിടെ മരിച്ച യുവതിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നും അല്ലു അർജുൻ. അറസ്റ്റിനെ ചൊല്ലി ആന്ധ്രയിലും തെലങ്കാനയിലും രാഷ്ട്രീയ വിവാദം. 24 ഫോളോ അപ്പ്. കൊടകര കുഴൽപ്പണ കേസിൽ BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി തിങ്കളാഴ്ച രേഖപ്പെടുത്തും. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ മൊഴിയെടുപ്പ് വൈകിട്ട് 4 മണിക്ക്. ഹാജരാകണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് കിട്ടിയെന്ന് തിരൂർ സതീഷ്. ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതും ഇന്ന് പറയണതും ഒരേപോലെയാണ്. അതിൽ നിന്ന് എനിക്ക് മാറ്റേണ്ട കാര്യമില്ല. കാരണം ഞാൻ കണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഞാൻ കണ്ട കാര്യങ്ങൾ ഇതിലാരെല്ലാം പങ്കാളികളായിട്ടുണ്ട്, ആർക്കൊക്കെ ഈ പണമിടപാടായിട്ട് ബന്ധങ്ങളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ 164 സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ കൊടുക്കും. അത് പ്രതികരിക്കാത്ത എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്നാണല്ലോ തെളിയിക്കണത്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് അതിന് മറുപടി ഇല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലത്ത് മദ്യവിൽപ്പന. കാവനാട് സാൻ ബാറിൽ മദ്യവിൽപ്പന തുടങ്ങിയത് രാവിലെ 9 മണിക്ക്. ബാറുകൾക്ക് പ്രവർത്തനാനുമതിയുള്ളത് രാവിലെ 11 മണി മുതൽ മാത്രം. ചട്ടം ലംഘിച്ചുള്ള മദ്യവിൽപ്പനയുടെ ദൃശ്യങ്ങൾ 24-ന്. വാർത്തയ്ക്ക് പിന്നാലെ കാവനാട് സാൻ ബാറിൽ പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധന. സമയക്രമം പാലിക്കാതെ മദ്യവിൽപ്പന നടത്തിയതിനും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനും ബാറിനെതിരെ കേസെടുത്തു. എറണാകുളം കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ യുവതിക്ക് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. 61-കാരിയുടെ എക്സ്റേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് നൽകിയെന്ന് കളമശ്ശേരി സ്വദേശി അനാമിക. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എനിക്ക് നടുവേദനയും ഭയങ്കര കാലുവേദനയൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടായിരുന്നു. OPയിൽ ഓർത്തോയിലാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു എക്സ്റേ എടുക്കണം എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തിട്ട് എൻ്റെ പേരെഴുതിയ കവർ അവരെന്നെ വിളിച്ചു തന്നു. ഞാൻ അതും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറാണെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസ്കിന് ബൾജ് ഉണ്ട്,
അപ്പം 2 വീക്സ് ബെഡ് റെസ്റ്റ് എടുക്കണം, സ്റ്റെയർ കയറരുത്, പിന്നെ വെയിറ്റ് എടുക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് 3 മെഡിസിനും തന്നായിരുന്നു. മെഡിസിൻ വാങ്ങി ഒരെണ്ണം പുറത്തേക്ക് എഴുതി തന്നെ. ഞാൻ സാധാരണ ഈ എക്സ്റേ ഒന്നും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാറില്ല. പക്ഷെ ഇന്നലെ എന്തോ എൻ്റെ ഒരു ഇതിൽ ഞാനതൊന്ന് ചെക്ക് ചെയ്തു. അത് എടുത്ത് നോക്കുമ്പം പേര് കാണിക്കുന്നത് ലതിക എന്നാണ്. ലതിക 61 വയസ്സാണ് കാണിക്കുന്നത്. പക്ഷെ പുറത്തെ കവറിലെ പേര് എൻ്റെയോ ആണ്. തിരക്കിനിടെ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്ന് റേഡിയോളജിസ്റ്റ് പറഞ്ഞതായി ആരോപണം. അനാമിക ചികിത്സ തേടിയത് കാലുവേദനയ്ക്കും നടുവേദനയ്ക്കും. കൊച്ചി എളമക്കരയിൽ ശുചീകരണ തൊഴിലാളിയെ ഇടിച്ചിട്ട കാർ കടന്നുകളഞ്ഞു. കാർ എത്തിയത് അമിത വേഗത്തിൽ. ഡ്രൈവർ പുറത്തിറങ്ങി നോക്കിയെങ്കിലും വീണുകിടന്നയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാതെ സ്ഥലത്ത് നിന്ന് മുങ്ങി. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന്. ഇടപ്പള്ളി സ്വദേശി നിഷയ്ക്ക് ഗുരുതര പരുക്ക്. ഹോൺ അടിച്ചിട്ടില്ല, അവൻ ഭയങ്കര സ്പീഡായിരുന്നു വണ്ടിക്ക്. ലൈറ്റിൻ്റെ വെട്ടം വന്ന് അടിച്ചപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഞാൻ വേസ്റ്റ് വണ്ടി ഇട്ടിട്ട് ഓടിയെങ്കിലും ബാക്കിലൊന്ന് ഇടിക്കുകയും ചെയ്തു. കാലിലെ എല്ലിന് പൊട്ടലുണ്ട്, പിന്നെ നടുവിന് ചതവുണ്ട് തന്നെ. പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു MRI സ്കാനും കൂടി ചെയ്ത് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 ആഴ്ചത്തേക്കാണ് ഇത് ഇട്ടേക്കണത്. തമിഴ്നാട് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ EVKS ഇളങ്കോവൻ അന്തരിച്ചു. അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ 2004 മൻമോഹൻ സിംഗ് സർക്കാരിൽ ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രിയായിരുന്നു. വിട പറഞ്ഞത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ നേതാവ്. തിരുവനന്തപുരം വെള്ളറടയിൽ നോക്കുകൂലി നൽകാത്തതിന് സ്ഥാപന ഉടമയ്ക്ക് ചുമട്ടുതൊഴിലാളി യൂണിയൻകാരുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് വെള്ളറട സ്വദേശി സുനിൽകുമാറിന്. മർദ്ദന ദൃശ്യങ്ങൾ 24-ന്. മുമ്പും സമാന രീതിയിൽ ഭീഷണി നേരിട്ടിരുന്നുവെന്ന് സുനിൽകുമാർ. ലോഡിങ്ങും ഇറക്കുന്നതും കയറ്റുന്നതും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇറക്കി തരാം, കയറ്റ് എനിക്ക് പറ്റില്ല, കാരണം ഇത് ചെയ്ത് കയറ്റുന്നതാണ്, എനിക്കത് നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അത് പറ്റില്ല, ഇനി തൊട്ടിന്ന് വരെ, അല്ലെങ്കിൽ നീ ഇത് ചെയ്യുന്നത് എനിക്ക് കാണാം, അല്ലെങ്കിൽ നീ ഇത് എടുത്തുകൊണ്ട് പോ എന്നുള്ള ലെവലിലാണ് അവർ സംസാരിച്ചത്. ഇന്ന് പലപ്പോഴും വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. നിരന്തരം പ്രശ്നം തന്നെയാണ്. ഇന്നലെ ആണ് മെയിനായിട്ട് ലോഡ് വന്ന് ഒന്നും പറഞ്ഞില്ല, പൈസ കാശൊന്നും കേട്ടില്ല, അത് സംസാരിച്ച് തെറിവിളി നടന്നുകൊണ്ടിരുന്നു. ഒരാൾ വന്ന് അടുത്ത് വന്ന് എന്നെ തൂക്കി പുറത്തിട്ട് നല്ല രീതിയിൽ മർദ്ദിച്ചു. പാതയോരങ്ങളിലെ ബോർഡുകളും ബാനറുകളും മാറ്റാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ തിരക്കിട്ട നടപടികളുമായി തദ്ദേശ സ്ഥാപനങ്ങൾ. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കുലർ പുറത്തിറക്കി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. നിർദ്ദേശം നടപ്പാക്കിയില്ലെങ്കിൽ തദ്ദേശ സെക്രട്ടറിമാർക്ക് പിഴ ചുമത്തും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. പെരുമ്പാവൂർ കുറുപ്പംപടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയിൽ കൂട്ടരാജി. പെരുമ്പാവൂരിൽ 99 പേരും കുറുപ്പംപടിയിൽ 80 പേരും രാജിവെച്ചു. രാജി അർഹതപ്പെട്ടവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചു. ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പം നിൽക്കണമെന്ന് തന്നെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്ര സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കേണ്ടവരായിരിക്കണം അവര് തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് പാർട്ടി ഘടകങ്ങളിൽ, ഏത് ഘടകത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട്, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്, തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സാധാരണ പ്രവർത്തകർക്കോ എന്നെ പോലെയുള്ള പ്രവർത്തകർക്കോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. അതാണ് ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. വയനാട് ചൂണ്ടയിൽ നവാസ് കൊലപാതകത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പോലീസിനും പ്രതികൾക്ക് നേരെ ജനങ്ങളുടെ രോഷപ്രകടനം. പോലീസ് തുടക്കത്തിൽ കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ കൊലപാതകം ഉണ്ടാകില്ലായിരുന്നുവെന്ന് നവാസിന്റെ ബന്ധു റഷീദ്. നവാസിന്റെ പേരിൽ ഇതിന്റെ ഉടമ, ഈ ഹോട്ടലിന്റെ ഉടമ ഒരു പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ട് പോലീസ് അത് അന്വേഷിച്ചില്ല? നവാസിനെ വിളിച്ച് എന്തുകൊണ്ട് ഒരു പരാതി അവർ രേഖപ്പെടുത്തിയില്ല? ആ പരാതി എന്നാ അങ്ങനെ അവർ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങൾ ഇത് നയിക്കൂലായിരുന്നു. ഈ മക്കൾക്ക് ഇതിന്റെ ഈ ഒരു ആക്സിഡന്റ് കേസാക്കി മാറ്റാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അന്വേഷണം സമൃദ്ധിയുണ്ട്, പക്ഷേ ഇതിൽ ചില അനാസ്ഥകൾ പോലീസിൻ്റെ വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു പ്രമാദമായ കേസിൽ വരെ 4-5 ദിവസത്തിന് വേണ്ടി തെളിവെടുപ്പ് നടത്തുന്ന, ഇത് ആരെ പേടിച്ചിട്ട് അവർ ഇവിടെ ഈ തെളിവെടുപ്പ് നടന്ന ഇത്ര വൈകിയത്? കുറെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് അവിടുന്ന് ഒരു ഇതാക്കി നമ്മള് അവിടേക്ക് തൊട്ടടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഓല് അതിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. വിശദമായിട്ട് തെളിവെടുപ്പ് ഇതിൽ നടന്നിട്ടില്ല.
ഇത് നമ്മളിപ്പോൾ കണ്ടോളത്താളാലോ. എന്തായാലും നമ്മളടുത്ത് അത്രയും സ്നേഹബന്ധമുള്ള ഒരു മനുഷ്യനാണ് മൂപ്പര്. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം ഉള്ളത്. പോലീസുകാർ നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഓല് ചൂടായിട്ട് പോവാണ്. ഇങ്ങനെയാണ് തെളിവെടുപ്പ് പറഞ്ഞിട്ട് എങ്ങനെയാണ്? വയനാട് വൈത്തിരിയിൽ വീട്ടുമുറ്റത്ത് പുലി. വേങ്ങക്കോട് സ്വദേശി സുനിലിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടത് പുലർച്ചെ 3-ന്. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. വയനാട് അതിർത്തിയായ നീലഗിരിയിൽ കാട്ടാനശല്യം രൂക്ഷം. ഐ ലീഗ് ഫുട്ബോളിൽ 2ാം ജയം ലക്ഷ്യമിട്ട് ഗോകുലം കേരള FC അല്പസമയത്തിനകം കളത്തിൽ. എതിരാളികൾ ഷില്ലോങ് ലജോങ് FC. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ വമ്പൻ പോരാട്ടം. മത്സരം രാത്രി 7:30-ക്ക് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. ഗാബ ക്രിക്കറ്റ് ടെസ്റ്റിൽ രസം കൊല്ലിയായി മഴ. കനത്ത മഴയെ തുടർന്ന് മത്സരം നേരത്തെ നിർത്തി. ആദ്യ ദിവസത്തെ കളി നിർത്തുമ്പോൾ ആതിഥേയർ വിക്കറ്റ് നഷ്ടപ്പെടാതെ 28 റൺസ് എന്ന നിലയിൽ.